പത്തനംതിട്ട ചുട്ടിപ്പാറ മലയിൽ തീപിടുത്തം. വൈകിട്ട് 6 മണിയോടെയാണ് തീ പടർന്നത്. മുകളിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല എന്ന് ഫയർഫോഴ്സ്. തീ താഴേക്ക് പടരില്ലെന്നും ഫയർഫോഴ്സ് അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എത്രത്തോളം വലിയ തീപിടുത്തമാണിത്? നിലവിലെ അവസ്ഥ എന്താണ്? പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ചുറ്റിപ്പാറ മല. അവിടെ ഒരു ക്ഷേത്രമടക്കം സ്ഥിതി ചെയ്യുന്നുണ്ട്. എന്തായാലും താഴെ ആരോ അടിക്കാടിന് തീയിട്ടപ്പോൾ മുകളിലേക്ക് പടർന്നതാണ് എന്നൊരു വിവരം മാത്രമാണ് ഏറ്റവും ഒടുവിൽ ഫയർഫോഴ്സിന് ലഭിക്കുന്നത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഫയർഫോഴ്സ് അധികൃതർ 2 ഫയർ യൂണിറ്റുകൾ ആ പ്രദേശത്തേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷേ അതിന് മുകളിലേക്ക് എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആ അടിക്കാടുകൾ പൂർണ്ണമായി കത്തി പടരട്ടെ, അതിനുശേഷം താഴേക്ക് പടരുകയാണെങ്കിൽ മാത്രം തീ അണയ്ക്കാമെന്നൊരു നിലപാടിലാണ് ഫയർഫോഴ്സ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ആ ദൃശ്യങ്ങൾ വളരെ ഭീകരമാണ്. പക്ഷേ അത് താഴത്തേക്ക് പടരില്ല എന്ന് ഫയർഫോഴ്സ് ഉറപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങൾ ഇല്ല. ഏതാണ്ടൊരു പൈതൃക സംരക്ഷണ മേഖല തന്നെയാണ് ഈ ചുട്ടിപ്പാറ മല. അവിടെ എങ്ങനെയാണ് ഇങ്ങനെ തീ പടർന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായൊരു വിവരം ഇപ്പോൾ ആർക്കും നൽകാൻ കഴിയുന്നില്ല. എന്തായാലും താഴത്തേക്ക് തീ പടരില്ല എന്ന് പറയുമ്പോൾ പോലും ആ പ്രദേശത്ത് ഇങ്ങനെ തീ പടർന്നത് എങ്ങനെയാണെന്നതിനെ കുറിച്ചൊരു വിശദമായ അന്വേഷണം വേണമെന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ശ്രീജിത്ത്, ഈ മേഖലയോട് അടുപ്പിച്ച ജനവാസ കേന്ദ്രങ്ങൾ ഉണ്ടോ? അങ്ങനെയെങ്കിൽ ആ മേഖലയിലെ ജനങ്ങൾ ആശങ്കയിലായിരിക്കുമല്ലോ. ഇല്ല, ഇത് ഒരു മലയാണ്. പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രം അല്ലെങ്കിൽ ഒക്കെയാണത്. സ്വാഭാവികമായി ആ മേഖലയിൽ അങ്ങനെ ജനവാസ മേഖലയല്ല. അതിന് താഴെ മാത്രമാണ് ജനവാസ മേഖല. പക്ഷെ അതിലേക്ക് തീ വരില്ല എന്ന കർശനമായ ഉറപ്പ് ഫയർഫോഴ്സ് ഇതിനകം തന്നെ നൽകുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവരിപ്പോഴും താഴെ ഈ ജനവാസ മേഖലയൊക്കെ നിൽക്കുന്ന കണ്ണങ്കര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് അവർ നീങ്ങിയിട്ടുണ്ട്. ഒരു കാരണവശാലും താഴത്തേക്ക് തീ പടരില്ല എന്നൊരു ഉറപ്പ് അവർ നൽകുന്നുണ്ട്. അങ്ങനെ തീ പടർന്നാൽ അത് അണയ്ക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ അവരുടെ പക്കലുണ്ട് എന്നും പറയുന്നുണ്ട്. അതല്ല അതിൽ ഏറ്റവും വലിയ പ്രശ്നം. പ്രധാനമായും പത്തനംതിട്ടയെ അടയാളപ്പെടുത്തിയ ഒരു മലയാണ്. അതിലെങ്ങനെയാണ് ഇത്തരത്തിൽ തീ പടരുന്നത്? അത് സാമൂഹ്യ വിരുദ്ധരാണോ ആ തീക്ക് ഉത്തരവാദികൾ എന്നതിനെ കുറിച്ചുള്ള ഒരു സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. പ്രവിത. ശരി, ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പത്തനംതിട്ടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ചുട്ടിപ്പാറ മല. അവിടെയാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. വൈകിട്ട് 6 മണിയോടെയാണ് തീ പടർന്നത്. മുകളിലേക്ക് എത്തിപ്പെടാൻ ഫയർഫോഴ്സിന് കഴിഞ്ഞിട്ടില്ല. എന്നാലും തീ താഴേക്ക് പടരില്ല എന്നും കഴിയുന്നത്ര തീ അണയ്ക്കാൻ സാധിച്ചുവെന്നുമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്.